ഓവർ തിങ്കിങ് അല്ലെങ്കിൽ അമിതമായ ചിന്തകൾ അതിപ്പോൾ ആൾക്കാരുടെ ലൈഫിലൊരു പ്രോബ്ലം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്, യു ഹാവ് ടു കം ഔട്ട് ഓഫ് യുവർ ഹെഡ് ആൻഡ് ലീവ് എന്നൊക്കെ. സാർ എന്തായിരിക്കും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കുക? ഒരുപാട് ആൾക്കാർക്കുള്ള വലിയൊരു പ്രശ്നമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നല്ല കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മോശം കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം. എന്താണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മോശമാണ്. കാരണം ഇപ്പം ഒരാളെ കണ്ടു, സ്മാർട്ടാണല്ലോ, മിടുക്കനാണല്ലോ എന്നൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അതൊരു പരിധി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, അത് പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പുറത്ത് കിടക്കണം. ഒരു കാര്യത്തെക്കുറിച്ച്, അത് പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു എന്താണ് അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു 3 മിനിറ്റിൽ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അതിലെ അസൈൻമെൻറ്റ്സ് തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് ആ ചെയ്യുന്ന കൂടെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ചിന്തിക്കേണ്ടതായിട്ട് വരും. പലപ്പോഴും ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ എന്തുണ്ടാവില്ല, ആക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആക്ഷൻ ഉണ്ടാവാത്ത ഇത്തരത്തിലുള്ള ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഇത് മാറ്റത്തിന് വേണ്ടിയിട്ടൊരു തെറാപ്പിയാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന് യു ഷട്ടപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ബ്രാഞ്ചിലുള്ള ഒരു ടെക്നിക്കാണ്. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, റെക്കഗ്നൈസ് യുവർ തോട്ട്സ്. അതിനുശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി, അത് നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയിട്ടുള്ള വ്യക്തി, ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അറിയത്തില്ലാത്ത വ്യക്തിയാണെങ്കിലും കുഴപ്പമില്ല, ആ വ്യക്തി നമ്മുടെ തലയിൽ കയറി ഇരുന്നിട്ട് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ സീഡ്സ് തലയിൽ ഇടുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണണം. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ വ്യക്തിയോട് മനസ്സിൽ ഒച്ചത്തിൽ പറയരുത്, മനസ്സിൽ നമ്മൾ പറയണം യു ഷട്ടപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് എന്ന് പറയണം. ഈ ഒരു പ്രോസസ്സ് 3 പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ പാറ്റേൺ, അതായത് നമ്മുടെ ബ്രെയിനിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന പാറ്റേൺ അത് ഇൻട്രപ്റ്റ് ആവും, അതിനൊരു തടസ്സം ഉണ്ടാവും. അതോടുകൂടി ആ ഓവർ തിങ്കിങ് പ്രോസസ്സ് ഇല്ലാതാവുകയും ചെയ്യും. ഈ ടെക്നിക്ക് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ടെക്നിക്കാണ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ ഷട്ടപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയും. നല്ല മെത്തേഡാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഒരു ഡൗട്ട് സാർ ഇപ്പോൾ പറഞ്ഞതിൽ, ആ ചിന്തിക്കുന്ന ആളെ പറ്റിയാണോ നമ്മളിങ്ങനെ സീഡ് വിതറുന്ന പോലെ കാണുന്നത്, അതോ വേറെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ഇങ്ങനെ സീഡ് വിതറുന്ന പോലെ? വേറെ ബന്ധമില്ലാത്ത ഒരാൾ. ഓക്കെ, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കാണേണ്ടത്, ഒരു വ്യക്തി എൻ്റെ തലയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ സീഡ്സ്, ഹീസ് സോയിങ് ദ സീഡ്സ് ഓഫ് ദി നെഗറ്റീവ് തോട്ട്സ് ഓഫ് ഓവർ തിങ്കിങ്. അതിനെ ഞാൻ എന്ത് ചെയ്യണം, അത് കണ്ടതിന് ശേഷം അയാളോട് ഞാൻ പറയണം യു ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് എന്ന് പറയണം. അതാണ് എന്താണ് ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. തോട്ട്സ് ആണ് സീഡ്സ് ആയിട്ട് വരുന്നത്. ആ തോട്ട്സിൻ്റെ സീഡ്സ് ഇടുന്നതായിട്ട് നമ്മൾ കാണുക. ഒരു വ്യക്തി ഇങ്ങനെ കയറി ഇരുന്നിട്ട് ആ സീഡ്സ് ഇങ്ങനെ വിതയ്ക്കുന്നു. അതിങ്ങനെ എന്താണ്, ആ സീഡ്സ് ഗ്രോ ചെയ്യുമ്പോഴാണല്ലോ നാച്ചുറലി എന്താകുന്നത്, ഈ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത്. അപ്പം ആ വ്യക്തി ഇങ്ങനെ ഇടുന്നു. ആ ഇടുന്ന ആളോടാണ് നമ്മൾ എന്ത് പറയേണ്ടത്, വിതയ്ക്കുന്ന ആളോടാണ് നമ്മൾ എന്ത് പറയേണ്ടത്, യു ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. Okay, thank you, sir. It's clear.